പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് കണ്ട്. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം കൺമണിയുടെ മുന്നിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് കൃഷ്. കാര്യങ്ങൾ കൺമണിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഉറപ്പിക്കുന്ന കൃഷ് തൻ്റെ കൂട്ടുകാരനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. കാര്യങ്ങൾ തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്ന കൃഷ് മാനസയുടെ കടന്നുവരവ് ഇപ്പോൾ പുതിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അവൾ കാരണം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കൺമണിയോട് കാര്യങ്ങൾ എങ്ങനെ പറയും, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എടാ കൃഷേ, നീ ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? മാനസ വരുന്നതിന് മുൻപ് തന്നെ നിനക്ക് കൺമണിയോട് ഇഷ്ടം ഉണ്ടായതല്ലേ? അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് സംശയം? നീ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട സമയം വന്നെത്തിക്കഴിഞ്ഞു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മാനസയെ വിവാഹം കഴിക്കാൻ നിനക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതാണ്. പിന്നെ എന്താണ് പ്രശ്നം? നീ വെറുതെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എടാ, നീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ആന്റിയമ്മ ആന്റിയമ്മ ഇപ്പോൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. എനിക്കറിയില്ല ആന്റിയമ്മയെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന്. അതാണ് വലിയൊരു പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നത്. ഇത് കേട്ട കൂട്ടുകാരനാകട്ടെ, എടാ, ആന്റിയമ്മയല്ല മാനസയുടെ കൂടെ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. ഞാൻ എന്തായാലും മാനസയെ നീ വിവാഹം കഴിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ നല്ലൊരു കപ്പിളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിനക്ക് കൺമണിയായി ആണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ മാനസയുടെ പിറകെ പോകുന്നത് നല്ലതല്ല. നീ എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് കൺമണിയെ. ബാക്കി വിധി പോലെ വരട്ടെ. അതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോടിപ്പോൾ പറയാനില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എന്തായാലും കൺമണിയെ ഒന്ന് കാണുന്നുണ്ട്. ഇതേ തുടർന്നാണ് കൺമണിയെ കാണുന്നതിന് കൃഷി ചെല്ലുന്നത്. പക്ഷേ കൺമണിയാകട്ടെ കൃഷിനോട് ഒന്നും സംസാരിക്കാനില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തിനാണ് കൃഷ് സാർ ഇവിടേക്ക് വന്നത്? എന്നെ കാണേണ്ട ആവശ്യം എന്താണ്? കൺമണി, നീ ദേഷ്യപ്പെടുന്നതിന് പിന്നിൽ കാര്യമുണ്ട് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ എതിർക്കാനും തയ്യാറല്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഇതിപ്പോൾ ആ മാനസ കയറി വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് ഞാൻ അവിടെ പകച്ച് നിന്നുപോയത്. എനിക്ക് ആന്റിയമ്മയുടെ തീരുമാനം കേട്ടപ്പോഴും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ വന്നുപോയി. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നതാണ് സത്യം. പക്ഷേ ഇനി കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തു കൊള്ളാം. കൺമണി, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. അവിടെ മറ്റൊരു പെൺകുട്ടിക്ക് സ്ഥാനമില്ല എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇത് കേൾക്കുന്ന കൺമണിയാകെ സന്തോഷിക്കുകയാണ്. ക്രിഷ് സാറിന് തന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം വീണ്ടും ക്രിഷ് സാർ സമ്മതിച്ചിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇതേ തുടർന്ന് കൺമണി കൃഷിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.